നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കാം. നമ്മൾ വളരെ കഷ്ടതയിലൂടെ ആയിരിക്കാൻ പോകുന്നത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയാണോ, അതോ പ്രതികൂലങ്ങളെ കണ്ട് പകച്ചു നിൽക്കുകയാണോ? എന്നാൽ ഇതൊന്നും വേണ്ട കേട്ടോ. 124 സങ്കീർത്തനത്തിൽ ദാവീദ് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവം, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം. 124 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് 2 മുതലുള്ള ഭാഗങ്ങളിലെല്ലാം ദാവീദിനും ഇസ്രായേലിനും എതിരെ വന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചൊരു ദൈവത്തെ കാണുവാൻ കഴിയും. അവരുടെ കൂടെ, അവരുടെ പക്ഷത്ത് നിന്നൊരു ദൈവത്തെ കാണുവാൻ കഴിയും. ദാവീദിന്റെ ചെറുപ്പകാലം എടുക്കുകയാണെങ്കിൽ ദാവീദിന്റെ ചെറുപ്പകാലം മുഴുവനും ദുഷികളാലും നിന്ദകളാലും വേദനകളാലും ഒറ്റപ്പെടലുകളാലും ഒക്കെ നിറഞ്ഞതായിരുന്നു. കൂടെ നിൽക്കുവാൻ സ്വന്തം വീട്ടുകാരോ സഹോദരങ്ങളോ കൂട്ടുകാരോ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു ദാവീദ്. ആ ദാവീദിന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ദാവീദിനോട് ചേർന്ന് നിന്ന, ദാവീദിന്റെ പക്ഷം ചേർന്ന് നിന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതായിരുന്നു ദാവീദിന്റെ വിജയം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കാം. നമ്മൾ വളരെ കഷ്ടതയിലൂടെ ആയിരിക്കാൻ പോകുന്നത്. എന്നാൽ ഇതൊന്നും ദൈവത്തിന്റെ പ്രശ്നമല്ല കേട്ടോ. നമ്മുടെ കൂടെ നിൽക്കുവാൻ ആരുമില്ലായിരിക്കാം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം, എൻ്റെ കൂടെ ഒരാൾ നിന്നിരുന്നെങ്കിൽ, ഞാൻ പറയുന്നതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ, എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു ഭേദം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ദൈവത്തോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ദൈവം എനിക്ക് ജീവിതം മടുത്തു, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, എനിക്ക് മാത്രം എന്താണ് ദൈവം ഇതുപോലൊക്കെ വരുന്നത്? നമ്മളെല്ലാം ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് അല്ലേ? എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന, പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഇതേ സാഹചര്യത്തിലൂടെ തന്നെ കടന്നുപോയ അനേകരുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിലായിട്ട് ദിവസങ്ങളായിരിക്കാം, മാസങ്ങളായിരിക്കാം, ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം. എന്നാൽ തുടക്കത്തിൽ തന്നെ വീണു പോയവർ, നശിച്ചു പോയവർ അനേകരുണ്ട് നമ്മുടെ മുന്നിൽ. അവിടെ നിന്ന് ഇത്രയും ദിവസങ്ങളായിട്ടും ഇത്രയും മാസങ്ങളായിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് മാത്രമാണ്. ആ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മുൻപോട്ടുള്ള ജീവിതം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. യഹൂദ ജനത്തെ വിഴുങ്ങിക്കളയുവാൻ ഹാമാൻ എന്ന മനുഷ്യൻ എണീറ്റു. എന്നാൽ ഹാമാനെ തകർക്കുവാൻ യഹൂദന്റെ കൂടെ, യഹൂദന് പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എസ്തേറിനെ മൊർദെഖായിയെ എഴുന്നേൽപ്പിച്ചു. രാജാവിന്റെ ഉള്ളത്തോട് ഇടപെട്ടു. അങ്ങനെ അത്ഭുതം ചെയ്ത് ഹാമാന്റെ തലയെ തകർത്തവനാണ് ദൈവം. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു: കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടതയും ദൈവം അറിയാതെയല്ല വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും കർത്താവിന്റെ അറിവോടുകൂടെ തന്നെയാണ് വരുന്നത്. ബൈബിളിൽ ഒരു കാര്യം കാണുവാൻ കഴിയും: പരീക്ഷയോടുകൂടെ ദൈവം പോക്കുവഴി കൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പോക്കുവഴി നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു കഷ്ടതയും കുറെ നാൾ നിൽക്കുകയില്ല. അതിനെല്ലാം ഒരു അവസാനം വരും. അത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനത്തിൽ നമുക്കൊരു പ്രോമിസ് തരുന്നുണ്ട്. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ജീവപര്യന്തം എന്ന് പറയുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രോമിസ് ആണ്. ആരംഭം മുതൽ അവസാനം വരെയും നോക്കുവാൻ ദൈവം ശക്തനാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ സാഹചര്യങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ നോക്കി, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രയാസങ്ങളെ നോക്കി, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കഷ്ടതകളെ നോക്കിക്കൊണ്ട് നമുക്ക് ഉറച്ച വിശ്വാസത്തോടുകൂടെ പറയുവാൻ കഴിയും: എൻ്റെ പക്ഷത്ത് നിൽക്കുന്നൊരു ദൈവമുണ്ട് എന്ന്, എൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന മേഖലകൾ എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും ദൈവത്തിന് വലിയ കാര്യമല്ല. ദൈവത്തിന്റെ കണ്ണിൽ അതെല്ലാം നിസ്സാരമാണ്. അതുകൊണ്ട് ആ മഹത്തായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.